ഉള്ളിൽ കൂടെ റായേരിയ അത് ത ആയി. റായെ കൂട്ടി റായേരിയ അത് ഞാ ആയി. റായുടെ ഉള്ളിൽ കൂടെ റായേരിയ അത് ത ആയി. അത് ശരിയാണല്ലോടാ. അങ്ങനെ റായെ കൂട്ടി റാ കൂട്ടി എഴുതിയാൽ നീ എന്നെ ഹഠാത് ആകർഷിച്ചു. ഹഠാത് ആകർഷിച്ചു. ചിട്ടിയുടെ കാശടിച്ചോ? ഇതാ കുഴപ്പം. വല്ല മരത്തിന്റെ മുകളിൽ ഇരുന്നാ മതിയായിരുന്നു. എന്തേ? അന്ന് നമ്മൾ ഓടി വന്ന രാത്രി നീ ഓർക്കാറുണ്ടോ വനജേ? അയ്യടാ, ഈ വയസ്സാങ്കലത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല. എടി, പഴകും തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ്. അതുപോലാണ് ഈ പ്രണയവും. അതാണ് ഈ രാജന്റെ പോളിസി. അച്ഛന്റെ പേര് നീറുന്നല്ല. നീർ നിന്റെ തന്ത. അച്ഛനും മോനും കൂടെ പേര് പറഞ്ഞ് കളിക്കേ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അങ്ങനെ പോലെ നിക്ക്. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വെളിക്ക നിന്നവളേ വളേ വേലിക്ക് നിന്നിട്ട് അച്ഛനൊരു കിളിക്കൂട് കണ്ടടാ മോനെ. ഓ, കിളിക്കൂട് കാണുള്ളൂ, കിളിയെന്ന് കിട്ടില്ല. ഏത് കിളിയച്ചാ? കാക്ക. അപ്പൊ കാക്കൊരു കിളിയാണോ? ചില സമയങ്ങളിൽ കാക്കയും ഒരു കിളിയാകും. ഓ, അത് ശരി. അമ്മേ, വിശക്കുന്നു, എന്തേലും എടുത്തോ. അച്ഛന്റെ പ്രേംനസീറിങ് എത്തിയോ? ഉമ്മറും ജയനും കീരിക്കാടൻ ജോസ് ഒന്നും കൂടെ വന്നില്ലേ? ഇല്ല, ഇവിടെ നിത്യഹരിത നായകൻ മാത്രമേ ഉള്ളൂ. ഓ, ഒരു നിത്യഹരിത നായകൻ നാറിയിട്ട് വയ്യ. അധ്വാനിക്കുന്ന ജനവിഭാഗം ഒരല്പം വിയർപ്പൊക്കെ പൊഴിച്ചു വരും. എടാ അധ്വാനിക്കുന്നവനെ, നിന്നോട് ഞാൻ ആ 10ാം ക്ലാസ് പാസ്സായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് ചേർക്കാൻ പറഞ്ഞിട്ട് കാലം എത്രയായി? ചുമ്മാ ഇങ്ങനെ സിനിമ കറക്കി നടന്നു. അമ്മ, എനിക്കും കപ്പെടുത്തോ? ആ ദേ, മാളൂട്ടി 10ാം ക്ലാസ് പാസ്സായ പിന്നെ നിന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. അമ്മേ, ഒരുമാതിരി പിള്ളേരോട് സംസാരിക്കുന്നവളെ എന്നോട് സംസാരിക്കുക കേട്ടല്ലോ. വളർന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. Hey mother, let it be the last time. If you dare one more time, I will pull out your tongue and you just remember that. കൽപ്പിട്ടൊന്നും വെച്ചെന്നുണ്ടല്ലോ. എടാ, നിന്നോട് രാവിലെ പറഞ്ഞ സാധനം മേടിച്ചോണ്ട് വന്നോ നീ? മറന്നു. ദേ, രണ്ടിനും ഞാൻ നാളെ പച്ചവെള്ളം തിളപ്പിച്ച് തരും കേട്ടോ. എന്ത് പറഞ്ഞാലും തലയാട്ടിക്കോളും, അതിനൊരു കുറവുമില്ല. പൂത്തുപോലെ വളർന്നു എന്താ കാര്യം? ചിരിക്കണ്ട, നിനക്കും അത് തന്നെ. കൊച്ചേട്ടാ, മറ്റന്നാള് വന്ദനം വരുവോ? ഒന്നെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോവോ? ആലോചിക്കാം. അപ്പൊ ശ്രീദേവി ചേരായിരിക്കും അല്ലേ? ഗോ ഗോഡി. വിജയത്തിന്റെ സോപാനങ്ങൾ ചവിട്ടിക്കേറിയ എന്നും ഹിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രമായ വന്ദനം ഇന്നു മുതൽ നമ്മുടെ ശ്രീദേവി ടാക്കീസിൽ പ്രദർശനം ആരംഭിക്കുന്നു. എല്ലാവരും വരിക 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 വരിക. സഹജനേ സഹന സമര സമയമാണ്. നീ എന്താ ദണ്ഡി മാർച്ചിന് പോണോ? സോറി അളിയാ, ഞാൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് പോയി. പോലീസ് ഓഫീസറായ ഉണ്ണികൃഷ്ണന്റെയും ജാഥയുടെയും ഗാഥയുടെയും പ്രണയ കാവ്യം. ചേച്ചിയും കൂട്ടി വരണട്ടോ. കൊള്ളാലോടാ, ഇത് പഞ്ചാരം കലക്കി അടിച്ചാടല്ല കലക്കും. ഇതിനെക്കാരടാ പശാന്ന് പേരിട്ടെ. ഗുസ്തിൽ കം ഡിസൂസ. നിന്റെ അപ്പനാ കലക്ക് കലക്ക്. പശ തീർന്നടാ. എടാ കിളിപ്പീരെ, പശ തീർന്നടാ. ഒരു തൊട്ടി പശ കൂടെ കലക്ക്. ഒരു തൊട്ടി കൂടാ. നീയൊക്കെ നക്കാണാ തേക്കാണാ നാക്കികള്? കള്ള് കവിഞ്ഞേ പള്ള നിറഞ്ഞേ പാട്ടൊന്നു പാടി ഞാൻ പോകണ്. എന്റെ നീറാശാന, നിങ്ങളെ പാട്ടുണ്ടല്ലോ അത് സ്വയംഭനാണ്. എത്ര നാളായി? കൊറേ നാളായി. പഴകി ചീഞ്ഞി നാറി. എടാ കിളിപ്പീരെ, നീ നിന്റെ അമ്മയുടെ മടിയിരുന്നേ അപ്പി ഇടുമ്പോ തുടങ്ങിയതാ. കള്ള് നിറഞ്ഞേ പള്ള നിറഞ്ഞേ പാട്ടൊന്നു പാടി ഞാൻ പോകണ. കള്ള് വള്ളയിലോട്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളുടെ കൊച്ചിന്റെ തള്ള അറിയണ്ട. എത്ര നാളായി? അതെ, നിങ്ങളിങ്ങനെ പാട്ടും പാടി പശയും കലക്കി കുറുകിയിരുന്നു. നാട് മുഴുവൻ വിളംബരവും നടത്തി നോട്ടീസും കൊടുത്തു. മാധവേട്ടനെ പെട്ടി ഇതുവരെ എത്തിയിട്ടില്ല. എടാ, അവൻ വരും. നിനക്കൊന്നും അറിയില്ല എന്റെ മാധവന്. തുടങ്ങി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒന്നുമില്ല. അന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വനജോട് ചോദിച്ചു കൂടെ ഇറങ്ങി വരുന്നോന്ന്. അങ്ങനെ വെറും കൈയോടെ ഞാനും വനജയും കൂടെ ഓടി വരുമ്പോ മുന്നിൽ അതാ നിൽക്കുന്നു മാധവൻ.
കണ്ടോടാ എന്റെ മാധവനെ? ഒഴിയടാ, ഒഴിയടാ, കണ്ടോടാ. ആ ചാടി ഹനുമാൻ രാവണന്റെ മതിൽമേൽ. കാരണം നിന്നോടാരും പറഞ്ഞിട്ടോ, നിന്റെ മനസ്സിൽ തോന്നിട്ടോ? എന്നോടാരും ചൊല്ലിട്ടല്ല, എന്റെ മനസ്സിൽ തോന്നിയിട്ട്. നേരെ 6ാം ക്ലാസ്സിലെത്തിയോടാ. ഇതിപ്പോ എത്രാമത്തെയാ? 4 അപ്പൊ പെട്ടി കിട്ടിയല്ലേ? അതൊന്നും പറയണ്ടടാ. രാവിലെ ഭഗവാന്റെ വീട്ടിൽ ചെന്ന് പൈസയും പലിശയ്ക്ക് വാങ്ങിച്ച് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഓഫീസിൽ ചെന്നപ്പോ എന്തുവാ പെട്ടി വന്നിട്ടില്ലെന്ന്. ചേട്ടാ ഒടുക്കം കാത്തിരുന്ന് പെട്ടി കിട്ടിയപ്പോ അതുകൊണ്ടൊരു ബസ്സേ കയറി വരാൻ പറ്റുമോ? പെട്ടി ഏതാ, ഏത് പടവാ, ആരുടെ പടവാ, 100 ചോദ്യങ്ങളല്ലേ. കൊടുക്ക ഒരു ടാക്സി പിടിച്ച് ഇവിടം വരെ വന്നപ്പോ അവന്റെ വക കത്തി വേറെ. പിന്നെ ഭഗവാന്റെ കാശും കൊടുത്ത് കറണ്ട് ചാർജും അടച്ചു കഴിഞ്ഞപ്പോ അതേണ്ടേ ഇനിയിപ്പോ ആ കൂടെ ടാക്സി ഇപ്പൊ താള് കയറുമല്ലോ എന്നുള്ളതാ മാധവേട്ടന്റെ ഒരു പ്രതീക്ഷ. അപ്പൊ നാളെ പടം തുടങ്ങും. അപ്പൊ നാളെ അവളും വരും. ശ്രീദേവി. അമ്മേ ഇന്ന് വന്നേ നോക്കി. അയ്യോ അയ്യോ. എന്താ? കണ്ണെഴുതിയ ഒരു പൊട്ടും കൂടെ തൊട്ട് തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട. വേണ്ടേ? തൊട്ടു കൊടുക്കമ്മേ, ഇന്ന് വരുന്നല്ലേ. ആര് വരുന്നെന്ന്? പുതിയ പടം. ഒരു ടിൻ പൗഡർ തീർത്ത്, അത് തന്നെ വെച്ച. നിനക്കറിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോടി. മതി മതി, വേഗം ചെല്ല്, ഇല്ലെങ്കിലേ ആളങ്ങ് പോവും. ഇക്കാര്യത്തിൽ നീ എന്റെ ചേച്ചിയാവണ്ട കേട്ടാ. ഓ ശരി. ഗോ 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 ഗോഡി ഗോഡി. നീ പോകും വഴിയിൽ, നീ പോകും വഴിയിൽ നിന്ന് ഉറുമ്പരിക്കാതെ വേഗം വാഴ. എന്തുവാടാ ഈ ബൈക്ക് കേടാതാ. ഇവനെന്താടാ ഈ സമയത്ത് ഇവിടെ? 2 ഹോൺ അടിച്ച് വിടറാ. ശരിയെന്നാ. അടിക്കടാ. കേട്ടി. ഈ ഹോൺ അല്ലടാ പൊട്ടാ, മറ്റേ ഹോൺ അടിക്കണം. അതിപ്പോ കംപ്ലൈന്റ് ആണ്. ഓടാ. ഭഗവാൻ തന്റെ 2ാമത്തെ മകളെ അങ്ങനെ പുറത്തിറക്കാറില്ല. പക്ഷെ ടാക്കീസിൽ പുതിയ പടം വരുന്ന ദിവസം അവൾ വരും. ശ്രീദേവി. അന്ന് നമ്മുടെ പ്രൊജക്ടർ ഓഫീസർ സാറിന് പൊതു അവധിയായിരിക്കും.
കൊള്ളാം. പുത്തൻ ഷട്ടാണ്. ഏയ് ചുമ്മാ. എടാ വനജയെ കൊച്ചൊന്നിടാ. അവരെ അകത്ത് കയറ്റി ഇരുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ആഹാ, എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ അകത്തുനിന്ന് സിനിമ കാണുന്നൊരു സുഖമൊന്നും വേറെ തന്നെ. അതുള്ളത് തന്നെയാ. தெரியும்